ശബരിമല സ്വർണ്ണ കവർച്ചയിലെ ശാസ്ത്രീയ പരിശോധനയുടെ ഭാഗമായി ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുക്കാൻ ആരംഭിച്ചു. സന്നിധാനത്ത് നിന്നും ശേഖരിച്ച സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ VSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴികളാണ് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിക്കുന്നത്. ശാസ്ത്രീയ പരിശോധന സങ്കീർണമായതിനാൽ കൂടുതൽ ഡീകോഡ് ചെയ്യേണ്ടതുണ്ടെന്നും അതിന് സമയം ആവശ്യമായി വരുമെന്നുമാണ് ശാസ്ത്രജ്ഞരുടെ മൊഴി. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കുന്ന EDയും പ്രതികളുടെ മൊഴിയെടുപ്പ് ഉടൻ ആരംഭിക്കും. കേസിലെ രണ്ടാം പ്രതി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവിന്റെ മൊഴിയെടുക്കുന്നതിനായി മുരാരി ബാബുവിന് ഈ ആഴ്ച നോട്ടീസ് നൽകും. കൊച്ചി ഓഫീസിൽ ഹാജരാകാനായിരിക്കും നോട്ടീസ് നൽകുക. ശബരിമല സ്വർണ്ണ കവർച്ചയിലെ ശാസ്ത്രീയ പരിശോധനയുടെ ഭാഗമായി ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുക്കാനും ആരംഭിച്ചിട്ടുണ്ട്. സന്നിധാനത്തു നിന്നും ശേഖരിച്ച സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ VSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴികളാണ് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിക്കുന്നത്. ശാസ്ത്രീയ പരിശോധന സങ്കീർണമായതിനാൽ കൂടുതൽ ഡീകോഡ് ചെയ്യേണ്ടതുണ്ടെന്നും അതിന് കൂടുതൽ സമയം ആവശ്യമായി വരുമെന്നുമാണ് ശാസ്ത്രജ്ഞന്മാരുടെ മൊഴി. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കുന്ന EDയും പ്രതികളുടെ മൊഴിയെടുപ്പ് ഉടൻ തന്നെ ആരംഭിക്കും. കേസിലെ രണ്ടാം പ്രതി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും മൊഴിയെടുക്കുന്നതിനായി മുരാരി ബാബുവിന് ഈ ആഴ്ച നോട്ടീസ് നൽകും. കൊച്ചി ഓഫീസിൽ ഹാജരാകാനായിരിക്കും നോട്ടീസ് നൽകുക. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിലെ ശാസ്ത്രീയ പരിശോധനയുടെ ഭാഗമായി ശാസ്ത്രജ്ഞരുടെയും മൊഴിയെടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. EDയും അന്വേഷണം പുരോഗമിക്കുകയാണ്.